ഹായ് ഫ്രണ്ട്സ്, മിറാൻഡ സിറയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളുടെ വയനാട് യാത്രയുടെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. ഇവിടെ കുറച്ച് സ്ഥലം കൂടി ഒന്ന് കവർ ചെയ്തതിന് ശേഷം തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ ഞങ്ങൾ താമസ സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ പോകുന്നത് കാന്തൻപാറ വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. വാട്ടർഫോൾസിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ വണ്ടി കൊണ്ട് വന്ന് ഇറങ്ങുന്നത്. അവിടുന്ന് താഴത്തേക്ക് നടന്നു പോകണം വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് വെള്ളം ഒഴുകി വരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് വാട്ടർഫോൾസ് കാണാനായിട്ട് പോകാനായിട്ട്. വണ്ടി പാർക്ക് ചെയ്യാനും ഒക്കെ സ്ഥലമുണ്ട്. എല്ലാതും നല്ല വൃത്തിയായി ഭംഗിയായി സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ വാട്ടർഫോൾസിൻ്റെ മുകൾ ഭാഗമാണിത്, വെള്ളം ഒഴുകി വരുന്ന സ്ഥലം. ഇവിടെ കമ്പിയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് ഇറങ്ങാതിരിക്കാൻ കയറും വെച്ച് കെട്ടിയിട്ടുണ്ട്. കുറച്ച് ഭാഗത്തൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റും. അങ്ങനെ ഉള്ളിലേക്കൊന്നും ഇറങ്ങാൻ അവർ സമ്മതിക്കില്ല. മെയ് മാസം ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. വേനൽക്കാലമാണല്ലോ, അതുകൊണ്ട് അധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് വാട്ടർഫോൾസിലേക്ക് നടന്നു പോകുന്ന വഴിയാണ്. ഇതുപോലെ ടൈലൊക്കെ പാകി നല്ല ഭംഗിയാക്കി ഇട്ടിട്ടുണ്ട് വാട്ടർഫോൾസിലേക്ക് പോകുന്ന സ്ഥലം. പോകുന്ന വഴിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് മുള കൊണ്ട് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഇരിപ്പിടങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിലും നിറയെ മുളകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് ഭാഗം നമ്മൾ താഴത്തേക്ക് ഇറങ്ങി നടക്കാനായിട്ടുണ്ട്. അങ്ങനെ നടന്നു പോണ വഴിയിൽ നിന്ന് വാട്ടർഫോൾസിൻ്റെ ആ ഭാഗത്തേക്ക് കാണുന്ന കാഴ്ചകളാണ്. നിറയെ പാറയാണ്. പാറയുടെ ഇടയിൽ കൂടിയാണ് വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ പാറയാണ്. നന്നായി ഉണങ്ങി, ഈ ഭാഗമൊക്കെ ഇപ്പം നന്നായി ഉണങ്ങി കിടക്കുകയാണ്. മഴക്കാലമാകുമ്പോൾ നല്ല വഴുക്കലൊക്കെ ഉണ്ടാവും. അതിനടിയിലേക്ക് ഇറങ്ങാനും പറ്റുന്നുണ്ടാവില്ല, കാരണം ഫുൾ പാറയായിട്ടാണ് ഇരിക്കുന്നത്. ഒരുപാട് ഭംഗിയുള്ള സ്ഥലം എന്നൊന്നും പറയാൻ പറ്റില്ല. മഴക്കാലത്തായിരിക്കും ചിലപ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമായിരിക്കും ഇവിടെ കാണാൻ. ഒത്തിരി ഭംഗിയുള്ള സ്ഥലം, ഒരുപാട് സമയം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊന്നും പറയാനില്ല. പക്ഷേ എന്നാലും ഭംഗിയുള്ള ഒരു വാട്ടർഫോൾസ്. മഴക്കാലത്ത് കുറച്ചുകൂടി ഭംഗി ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ താഴേക്ക് ഇറങ്ങി പോകുന്ന വഴി ഇതേപോലെ ഇങ്ങനെ സ്റ്റെപ്പ്, മരമാണ് അതിൻ്റെ ഇടയ്ക്ക് വെച്ചേക്കണം. അത് മണ്ണിലിങ്ങനെ ഉറപ്പിച്ചിട്ട് സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കിയിരിക്കണം മരത്തടി കൊണ്ട്. അങ്ങനെ നമുക്ക് താഴത്തേക്ക് ഇറങ്ങിപ്പോവാം. ഇതിൻ്റെ അടിയിലേക്ക് ഇറങ്ങിപ്പോവാം. അവിടെ കുളിക്കാനൊക്കെ പറ്റുകയും ചെയ്യും. അവിടെ ചെറിയ ഭാഗങ്ങളായിട്ട് ഇരിക്കുന്നിടത്ത് കുളിക്കാൻ പറ്റും. ഇത് അവിടെ ശ്രദ്ധിക്കാൻ ഒരാളും ഉണ്ട്. നമ്മളെ കൂടുതൽ അങ്ങോട്ട് ഉള്ളിലേക്കൊന്നും പോകാൻ അവർ സമ്മതിക്കില്ല. ഇത് മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ്. അതിൻ്റെ സൈഡിൽ കൂടി നമുക്ക് ആ താഴത്തേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് പറ്റും. ഇപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നിറയെ പാറയാണ്. ഈ കാണുന്ന ഭാഗം മുഴുവൻ പാറയാണ്. പാറയുടെ നടുക്കാണ് ഇങ്ങനെ വെള്ളച്ചാട്ടം ഉള്ളത്. മഴക്കാലം ആകുമ്പോൾ ഇവിടെയൊക്കെ നല്ല വഴുക്കലായിരിക്കും, അങ്ങോട്ട് ഇറങ്ങാനും പറ്റുന്നുണ്ടാവില്ല. അവിടെ ആളുകൾ അതിലിറങ്ങി നിന്ന് കുളിക്കുന്നുണ്ട്. നല്ല വെള്ളമാണ്, നല്ല തെളിഞ്ഞ വെള്ളവുമാണ്. കുളിക്കാനൊക്കെ പറ്റുകയും ചെയ്യും. ഇതാണ് വാട്ടർഫോൾസിൻ്റെ ഒരു വ്യൂ. നമ്മൾ താഴേന്ന് എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ ഇതാണ്. മുകൾ ഭാഗത്താണ് നമ്മൾ വന്നിറങ്ങുക. പിന്നെ താഴത്തേക്ക് ഇതേപോലെ ഇറങ്ങി സ്റ്റെപ്പ് വഴി ഇറങ്ങി താഴെ എത്തണം. വെള്ളമൊക്കെ നല്ല തെളിഞ്ഞ വെള്ളമാണ്. കുളിക്കാനൊക്കെ ആളുകൾക്ക് ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും. ഞങ്ങൾ ചെന്നപ്പോഴും അവിടെ കുറച്ച് ആളുകൾ നിന്ന് കുളിക്കുന്നുണ്ടായിരുന്നു. ഇതേപോലെ കയറൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട്. അവർ പറയുന്ന ഭാഗത്ത് കൂടി മാത്രമേ നമുക്ക് കയറാനായിട്ട് പറ്റുള്ളൂ. അതിലേക്ക് ഇറങ്ങാനായിട്ട് പറ്റുള്ളൂ. കയറാനല്ല, ആ വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പറ്റുള്ളൂ. അവർ തരുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നമുക്ക് അവിടെ പോയി കുറച്ച് നേരം കുളിച്ച് ആസ്വദിച്ച് തിരിച്ചു പോരാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും വയനാട് യാത്രയിൽ ഈ ഒരു വാട്ടർഫോൾസും കൂടി ഉൾപ്പെടുത്തുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.